ഹായ് ഫ്രണ്ട്സ്, 2023 ഡിസംബറോടുകൂടി പരീക്ഷാകാലം തുടങ്ങി എന്ന് തന്നെ പറയാവുന്നതാണ്. +2 സ്റ്റുഡൻസിന് ആദ്യം ഡിസംബറിലെ ക്രിസ്മസ് എക്സാമിന് ശേഷം ജാനുവരി തൊട്ട് മോഡൽ പ്രാക്ടിക്കൽ തുടങ്ങുന്നു, ഫൈനൽ പ്രാക്ടിക്കൽ തുടങ്ങുന്നു, പിന്നെ മോഡൽ തിയറി എക്സാം, ഫൈനൽ തിയറി എക്സാം, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ ആദ്യം പ്രാക്ടിക്കൽ എക്സാമാണ് നടക്കുന്നത്. നമ്മുടെ ഫൈനൽ പ്രാക്ടിക്കൽ എക്സാം എപ്പോഴാണ്, ഏത് ഡേറ്റിനാണ് ഓരോ സബ്ജക്റ്റിൻ്റെയും എന്ന് തീരുമാനിക്കുന്ന, അതിനെക്കുറിച്ച് കൃത്യമായി വിവരം കൊടുക്കുന്ന ജില്ലാതലത്തിലുള്ള പ്രാക്ടിക്കൽ മീറ്റിംഗ് ഓരോ ജില്ലയിലും, നമ്മുടെ സംസ്ഥാനത്തിലെ ഓരോ ജില്ലയിലും വെച്ചിട്ട് എല്ലാ സബ്ജക്റ്റിൻ്റെയും പ്രാക്ടിക്കൽ മീറ്റിംഗ് ജാനുവരി 11 ചേരുകയാണ്. അന്ന് അവിടെ വെച്ചിട്ട് നിങ്ങളുടെ സബ്ജക്റ്റ് ടീച്ചേഴ്സിന് അറിയാൻ പറ്റും നിങ്ങളുടെ സ്കൂളിലേക്ക് ഏത് എക്സ്റ്റേണൽ എക്സാമിനറാണ് വരുന്നത്, എന്നാണ് വരുന്നത്, അതുപോലെ നിങ്ങളുടെ ടീച്ചർ ഏത് സ്കൂളിലേക്കാണ് പോകുന്നത്, എപ്പോഴാണ് പോകുന്നത് എന്നൊക്കെ. അപ്പോൾ നമുക്ക് ഈ ജാനുവരി 11 അറിയാം നമ്മുടെ പ്രാക്ടിക്കൽ എക്സാം എപ്പോഴാണ് എന്ന് ടീച്ചേഴ്സ് തിരിച്ചു വന്ന് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എന്തായാലും ജാനുവരി മാസം തന്നെ കഴിയും. ഫെബ്രുവരിയോടുകൂടി നമ്മൾ ആക്റ്റീവായി നിൽക്കേണ്ടതാണ് മോഡൽ എക്സാം, അതുപോലെ മാർച്ചോടുകൂടി ഫൈനൽ എക്സാം. ഒരുപക്ഷെ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ കൃത്യമായ ഡേറ്റ് വന്നില്ല, എക്സാമിൻ്റെ ഡേറ്റൊക്കെ അതോടുകൂടിയേ അറിയുള്ളൂ. അത് ജനുവരി ഫെബ്രുവരിയിലേക്ക് നീളുമോ എന്നൊക്കെ ഒരുപക്ഷെ മീറ്റിങ്ങിലേ നമുക്ക് അറിയാൻ വേണ്ടി പറ്റൂ. എന്തായാലും എക്സാം കാലമായി മക്കളെ. ഡിസംബറിലെ എക്സാം അത്ര സീരിയസ് ആയി എടുക്കാത്തവരുണ്ട്, അതിനെക്കുറിച്ച് ഇനിയിപ്പോൾ ടെൻഷൻ ആവേണ്ട. ഡിസംബറിലെ എക്സാം കഴിഞ്ഞതിന് ശേഷം ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായി നമ്മൾ കറക്റ്റ് ആൻസർ ചെയ്യാൻ വേണ്ടി, ഒരിക്കൽ കൂടി ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പഠിച്ചിട്ട് തന്നെ അതിലുള്ള പല ക്വസ്റ്റ്യൻസും മാർച്ചിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും ഇനി അങ്ങോട്ടുള്ള ദിവസം വളരെ സീരിയസ് ആയി നിൽക്കുക. എക്സാം കാലം വരികയാണ്, അതിൽ നിങ്ങൾക്ക് നന്നായി പഠിക്കാൻ സാധിക്കും. വിഷ് യു ഓൾ.